എഴുത്തുകൂട്ടം ദ കമ്മ്യൂൺ ഓഫ് ലെറ്റേഴ്സിൻ്റെ ചലച്ചിത്ര പരിചയത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മോൻസി ജോൺ. ജി അരവിന്ദൻ്റെ വാസ്തുഹാര 1991 പുറത്തിറങ്ങുന്നത്. മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ അവാർഡ്, മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥാകൃത്ത് എന്നിവയ്ക്കുള്ള സംസ്ഥാന അവാർഡുകൾ ഇത് നേടി. തങ്ങൾ അധിവസിച്ച ഭൂമിയിൽ നിന്നും പുറത്താക്കപ്പെട്ടവരുടെ സാർവലൗകികമായ ദൈന്യമാണ് അരവിന്ദൻ്റെ അവസാന സിനിമയായ വാസ്തുഹാരയിൽ നിറഞ്ഞു നിൽക്കുന്നത്. വസ്തു, ഭൂസ്വത്ത് അപഹരിക്കപ്പെട്ടവരാണ് വാസ്തുഹാരകൾ. ഭൂമിയുമായുള്ള ബന്ധത്തോടൊപ്പം മനുഷ്യബന്ധങ്ങളും തകർന്നു പോകുന്നതിൻ്റെ കഥ. കരൾ കീറി മുറിക്കുന്ന വേദനയാണിത് തരുന്നത്. ഒന്നിലേറെ തവണ കാണേണ്ട സിനിമയാണിത്. ഇന്ത്യ വിഭജന കാലത്ത് പാകിസ്ഥാൻ്റെ ഭാഗമായി മാറിയ കിഴക്കൻ ബംഗാളിൽ നിന്നും പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തവർ, പ്രധാനമായും ഹിന്ദുക്കൾ, ഇന്ത്യയിലേക്ക് വന്ന് തമ്പടിച്ച സ്ഥലമാണ് പശ്ചിമ ബംഗാളിലെ റാണാഘട്ട്. അങ്ങനെ വന്നവരിൽ പലരും പിന്നീട് തിരിച്ചു പോകാൻ ശ്രമിച്ചെങ്കിലും അവിടെ അവരുടെ വീടും വസ്തുവും അപഹരിക്കപ്പെട്ടതായി കണ്ട് വീണ്ടും റാണാഘട്ടിലേക്ക് മടങ്ങി വരികയാണ് ഉണ്ടായത്. അതിലൊരു കുടുംബമായിരുന്നു ആരതിയുടെയും മുതിർന്ന 2 മക്കളുടെയും. വാസ്തുഹാരകളെ പുനരധിവസിപ്പിക്കുന്നതിന് സർക്കാർ പദ്ധതികളുണ്ടെങ്കിലും പലതും ഇഴഞ്ഞു നീങ്ങുകയാണ്. അത്തരമൊരു പദ്ധതിയുടെ ഭാഗമായി അവരിലെ ഏതാനും ശൂദ്ര കർഷക കുടുംബങ്ങളെ ആൻഡമാൻ ദ്വീപുകളിലേക്ക് കുടിയേറ്റത്തിന് തിരഞ്ഞെടുക്കാൻ മലയാളി ഉദ്യോഗസ്ഥനായ വേണു 70കളുടെ തുടക്കത്തിൽ കൽക്കത്തയിലെത്തുന്നു. എങ്ങനെയെങ്കിലും തന്നെയും തൻ്റെ 2 മക്കളെയും കൂടി കുടിയേറ്റത്തിനായി തിരഞ്ഞെടുക്കുമോ എന്നറിയാൻ പുനരധിവാസ കാര്യങ്ങൾക്കുള്ള സർക്കാർ ഓഫീസിലെത്തിയപ്പോഴാണ് ആരതി വേണുവിനെ പരിചയപ്പെടുന്നത്. പക്ഷേ ആൻഡമാനിലേക്ക് കുടിയേറി ഈ നശിച്ച കൽക്കത്തയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഉപരിവർഗ കായസ്ഥ വിഭാഗത്തിൽപ്പെട്ട അവരുടെ ആഗ്രഹം നിവർത്തിക്കാൻ വേണുവിന് കഴിയുമായിരുന്നില്ല. ശൂദ്ര വിഭാഗങ്ങൾക്ക് മാത്രമുള്ള പദ്ധതിയായിരുന്നു ഇത്. എങ്കിലും ആരതിയെ എവിടെയോ കണ്ടു മറന്നതായുള്ള വിചാരം വേണുവിനെ പിന്തുടർന്നു. കേരളത്തിൽ നിന്നും ചെറുപ്പത്തിൽ നാടുവിട്ട് ബംഗാളിലെത്തിയ കമ്മ്യൂണിസ്റ്റുകാരനും സാഹിത്യകാരനുമായിരുന്ന തൻ്റെ കുഞ്ഞുണ്ണിയമ്മാവൻ്റെ വിധവയായ ഭാര്യയാണ് ആരതി എന്ന് വേണുവിന് അമ്മയുടെ കത്തിൽ നിന്നും പിന്നീട് മനസ്സിലായി. കുഞ്ഞുണ്ണിയെയും സഹോദരൻ അനന്തനെയും ഒരേ സമയം പ്രേമിച്ച സുന്ദരിയായ മുറപ്പെണ്ണ് ഭവാനി, അവർ വിവാഹം കഴിച്ച ആനന്ദൻ്റെ ആത്മഹത്യയ്ക്കും കുഞ്ഞുണ്ണിയുടെ നാടുവിടലിനും കാരണക്കാരിയായതും, കുഞ്ഞുണ്ണി ബംഗാളിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചതും, ഒടുവിൽ അഭയാർത്ഥിയായി അയാൾ ഇന്ത്യയിലെത്തി പ്ലേഗ് ബാധിച്ച് മരിച്ചതുമൊക്കെ അന്ന് കുട്ടിയായിരുന്ന വേണുവിന് നേരിയ ഓർമ്മയുണ്ട്. കുഞ്ഞുണ്ണിയും ആരതിയും വിവാഹശേഷം ആദ്യമായും അവസാനമായും നാട്ടിലെത്തിയപ്പോൾ തികച്ചും മനുഷ്യത്വരഹിതമായാണ് ബന്ധുക്കൾ അവരെ ആട്ടി ഓടിച്ചത്. അവരോടുള്ള വിദ്വേഷം ഇപ്പോഴും അമ്മയുൾപ്പെടെയുള്ളവർ പുലർത്തുന്നതായും കുഞ്ഞുണ്ണിക്ക് അവകാശപ്പെട്ട വസ്തുക്കൾ വിട്ടുകൊടുക്കാൻ ആരും തയ്യാറല്ലെന്നും വേണു മനസ്സിലാക്കി. എങ്കിലും ഇപ്പോഴും വിധവയും ഏകയുമായി നാട്ടിൽ ജീവിക്കുന്ന ഭവാനി തൻ്റെ കൈവശമുള്ള ഭൂമി ആരതിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് വേണുവിനെ അറിയിക്കുന്നു. കൊടിയ ദാരിദ്ര്യത്തിലാണെങ്കിലും ആരതി അതിലൊന്നും താല്പര്യം കാട്ടിയില്ല. കൽക്കത്തയിൽ വിദ്യാർത്ഥികളായിരുന്ന ആരതിയുടെയും കുഞ്ഞുണ്ണിയുടെയും 2 മക്കൾ, MA വരെ പഠിച്ച ദമയന്തിയും ഇളയ സഹോദരനും തീവ്ര ഇടതുപക്ഷ സംഘടനകളിലെ അംഗങ്ങളും ജയിലിലും ഒളിവിലുമൊക്കെ കഴിയുന്നവരുമാണ്. അമ്മയോടൊപ്പം ഇടയ്ക്കെങ്കിലും താമസിക്കുന്നത് ദമയന്തി മാത്രമാണ്, അതും പരോളിൽ വരുമ്പോൾ. വേണു ആ കുടുംബത്തിലേക്ക് വന്നത് ഏവർക്കും ആശ്വാസമായിരുന്നു. എങ്കിലും ജോലിയുടെ ഭാഗമായി വേണുവിന് ആൻഡമാൻസിലേക്ക് തിരിച്ചു പോകേണ്ടിയിരുന്നു. അവർ വീണ്ടും വേർപിരിയുന്നു. വേർപിരിയലും പറിച്ചു നടലും നിരന്തരമായി ആവർത്തിക്കപ്പെടുന്ന ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തലോടെ സിനിമ അവസാനിക്കുന്നു. ഈ സിനിമ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കപ്പെടുന്നത് അതിലെ മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളത മൂലമാണ്. നീലാഞ്ജന മിത്ര എന്ന ബംഗാളി നടിയുടെയും
മോഹൻലാലിൻ്റെയും അനുപമമായ അഭിനയസിദ്ധികൾ ഇത് അനായാസമാക്കുന്നുണ്ട്. CV ശ്രീരാമൻ എന്ന കഥാകൃത്തുമായി അരവിന്ദനുണ്ടായിരുന്ന ആത്മബന്ധവും മറ്റൊരു കാരണമാണ്. നേരത്തെ ചിദംബരത്തിലും ഇത് നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. വിദൂരസ്ഥങ്ങളായ രണ്ട് ജനവിഭാഗങ്ങൾ, മലയാളികളും ബംഗാളികളും, തമ്മിൽ ഏതോ തരത്തിലുള്ള പാരസ്പര്യത്തിൻ്റെ അനാവരണവും ഇതിലുണ്ട്. ജീവി വർഗങ്ങളിലെല്ലാമുള്ള അനാദിയായ ചോദനയാണല്ലോ കുടിയേറ്റം എന്നത്. ഇടവപ്പാതി മഴ പെയ്ത് നനഞ്ഞു കിടന്ന ഒരു കേരള ഗ്രാമത്തിൽ നിന്ന് വംഗദേശത്തേക്കുള്ള കുഞ്ഞുണ്ണിയുടെ കുടിയേറ്റത്തിന് നിമിത്തമായത് സുന്ദരിയായ ഭവാനിയുടെ രഹസ്യകാമനകളായിരുന്നു. അത് അയാളെ കൽക്കത്തയിലെ അഭയാർത്ഥി ക്യാമ്പിലേക്കും പിന്നീട് മരണത്തിലേക്കുമാണ് കൊണ്ടെത്തിച്ചത്. ഇന്ത്യ വിഭജന കാലത്തെ അഭയാർത്ഥി പ്രവാഹത്തിലേക്കും ഇന്നും തോരാത്ത ദുരിതത്തിലേക്കും അത് രാജ്യാന്തരമായും സങ്കീർണമായും വളരുകയാണ്. രാഷ്ട്രങ്ങളുടെ മുറിപ്പാടിലൂടെ ഒഴുകിയ ഈ മഹാസങ്കടത്തെ വിദൂരങ്ങളിലേക്ക് ചാലി കയറി ഒഴുക്കാനുള്ള നിയോഗമാണ് കുഞ്ഞുണ്ണിയുടെ അനന്തരവനായ വേണുവിനുണ്ടായത്. ഈ കുടിയേറ്റങ്ങൾ മൃത്യുവിനെ പോലെ മനുഷ്യജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്ന അനുഭവം പകരുന്നു. വാസ്തുഹാരയാണ് ദാർശനിക സംവിധായകനായ അരവിന്ദൻ്റെ ഏറ്റവും നല്ല സിനിമ എന്ന് വിലയിരുത്തിയാൽ തെറ്റില്ല. ലോകമെമ്പാടും ഇന്നും കീറാമുട്ടിയായ അഭയാർത്ഥി പ്രശ്നമാണ് വാസ്തുഹാരയെ സാർവലൗകികമാക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് ഭൂമിയുടെ മേലുള്ള അവകാശത്തിൽ കൈവയ്ക്കുകയാണ് എന്നും ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ ചെയ്തിട്ടുള്ളത്. ജർമ്മനിയിൽ ഹിറ്റ്ലർ ഉപയോഗിച്ചതും പലസ്തീനിൽ ഇസ്രായേൽ ഭരണകൂടം ഇപ്പോൾ ഉപയോഗിക്കുന്നതും ഇതേ തന്ത്രമാണ്. എല്ലാ ഭീകരവാദികളും തങ്ങളുടെ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ വിരട്ടി ഓടിക്കുന്നതും ജനിച്ചു വളർന്ന ഭൂമിയിലുള്ള അവരുടെ അവകാശം നിഷേധിച്ചുകൊണ്ടാണ്. സിനിമയിൽ വേണുവിൻ്റെ അമ്മ ഉൾപ്പെടെ ഇങ്ങ് കേരളത്തിലിരിക്കുന്ന ബന്ധുക്കളും കുഞ്ഞുണ്ണിയോടും ആരതിയോടുമുള്ള പക തീർക്കുന്നത് അവരുടെ ഭൂമി മേലുള്ള അവകാശം നിഷേധിച്ചുകൊണ്ടാണ്. ഒരു ഫ്യൂഡൽ വ്യവസ്ഥയിൽ ഭൂമിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. കൃഷി സമ്പ്രദായത്തിൽ ഭൂമിയാണല്ലോ മുഖ്യ ഉത്പാദനോപാധി. ഏതൊരു സമൂഹത്തിലും അവിടെ ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ, ഭക്ഷണം മുതൽ അവർക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും ഉത്പാദിപ്പിക്കാനുള്ള സാമഗ്രികൾ ആരുടെ നിയന്ത്രണത്തിലാണെന്നത് പ്രഥമ പരിഗണന അർഹിക്കുന്ന വിഷയമായിരിക്കും. ഉത്പാദനോപാധികളുടെ നിയന്ത്രണം കൈവശമാക്കാൻ വ്യക്തികളായും കൂട്ടങ്ങളായും നടത്തുന്ന പരിശ്രമങ്ങളാണ് മനുഷ്യ ചരിത്രത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് എന്നതും ഒരടിസ്ഥാന പ്രമാണമാണ്. സർക്കാർ ആൻഡമാൻസിലേക്ക് കൊണ്ടുപോകുന്നത് പട്ടികജാതിക്കാരായ കർഷകരെ മാത്രമാണ്. ഒരു കണക്കിൽ ഭൂമിയിൽ പണിയെടുക്കുന്ന കർഷകരായിരിക്കണമല്ലോ ഭൂമിയുടെ അവകാശികൾ. ഉന്നത ജാതിയിൽപ്പെട്ടവരായതിനാൽ അവിടെയും പുറന്തള്ളപ്പെട്ട് നിരാലംബരായി നിൽക്കുന്ന ആരതിയും മകളുമാണ് സിനിമയിലെ ഹൃദയസ്പൃക്കായ അവസാന രംഗം. പുതുതായി ഭൂമിയിൽ അവകാശം ലഭിക്കാൻ പോകുന്നവരുടെ യാത്ര പുതിയൊരു ചരിത്രത്തിൻ്റെ ആരംഭമാണെന്ന സിനിമയിലെ അശരീരവാക്യങ്ങൾ മുകളിൽ പറഞ്ഞ സാമൂഹ്യശാസ്ത്ര പ്രമാണത്തിന് അടിവരയിടുന്നുണ്ട്. നന്ദി.